ഹായ് ഫ്രണ്ട്സ്, അന്നേരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അന്നേരം നമ്മൾ ഇവിടുന്ന് കന്യാകുമാരിയിൽ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യുവാണ്. നമ്മളിപ്പം ബൈക്കിലേക്ക് ലഗേജൊക്കെ കൊണ്ടുവച്ച് കെട്ടാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങളിപ്പോൾ പോകുന്നത് കോവളത്തേക്കാണ് പോകുന്നത്. ബബ്ലൂസാണ് ഇന്ന് ക്യാമറ പിടിക്കുന്നത്. ഞങ്ങൾ ക്യാമറ ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഇനി അങ്ങോട്ട് ബബ്ലൂസ് ആയിരിക്കും. അന്നേരം ഇപ്പൊ ലഗേജൊക്കെ കൊണ്ടുപോയിട്ട് നമ്മളെ വീട്, വണ്ടിയുടെ ബാഗില് വീടൊക്കെ നമ്മൾ വെച്ച് കെട്ടാൻ വേണ്ടി പോവുകയാണ്. അന്നേരം ബബ്ലൂസ് പോവാം. നമ്മുടെ റൂമിൽ നിന്ന് നമ്മള് നല്ല അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കുഴപ്പമൊന്നുമില്ലാത്ത റൂമായിരുന്നു. ഇവിടുന്ന് പോകണം. അങ്ങനെ നമ്മുടെ കെട്ടും പാണ്ടൊക്കെ എടുത്ത് കെട്ടിക്കൊണ്ടിരിക്കുവാണ് കേട്ടാ. ഇത് കാണുമ്പോ എല്ലാവർക്കും പേടിയല്ലേ അസ്മിറ? എല്ലാവർക്കും പേടിയാണ്. കാരണം ഈ നമ്മുടെ ലഗേജ് ഒക്കെ താഴെ വീഴുവാന്നൊക്കെ പേടിയാണ്. അത് താഴെ വീഴുവോ, ഓവർലോഡാണോ, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ, അയ്യോ ഇങ്ങനെയൊന്നും വെച്ച് ഓടിക്കില്ല. പക്ഷെ നമ്മളെല്ലാവരും ട്രാവൽ പോയിട്ടേക്കുന്നത് ഇതേപോലെ തന്നെയാണ് കേട്ടാ. പക്ഷെ നമ്മളത് കെട്ടുമ്പം ശ്രദ്ധിക്കണം, നേരെ നിവർത്തി വെച്ചിട്ട് തന്നെ. അതായത് വണ്ടി നമ്മള് സെന്റർ സ്റ്റാൻഡിൽ വെച്ച് നല്ല അടിപൊളിയായിട്ട് താഴ്ത്തുന്ന ലഗേജ് നമ്മള് ഇതേപോലെ അടിച്ചടിച്ചു കൊടുക്കണം. കെട്ടി ഇതുപോലെ ബെൽറ്റ് ഇട്ട് ലോക്ക് ചെയ്ത് 6 ബെൽറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതെ. അപ്പൊ പിന്നെന്താ വെച്ചാൽ ആ വെയിറ്റ് ഒരേപോലെ 2 സൈഡിൽ ബാലൻസും ചെയ്യണം. കാരണം ഒരു സൈഡിൽ കൂടുതലും ഒരു സൈഡിൽ കുറവും പാടില്ല, ഒരിക്കലും വരാൻ പാടില്ല. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഒരു കപ്പാസിറ്റി ഉണ്ട്, നമുക്കറിയാലോ എത്ര നമുക്ക് ഇതിൽ പറ്റും. അതനുസരിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഇതുവരെയായിട്ട് നമുക്കൊരു കുഴപ്പമില്ല. നിങ്ങളാരും പേടിക്കുന്ന രീതിയിൽ, അതുകൊണ്ട് ആരും പേടിക്കണ്ട കേട്ടോ. അങ്ങനെയുള്ള കമന്റ് ഇടണ്ട, ധൈര്യമായിട്ടിരുന്നോ. എന്തായാലും പ്രാർത്ഥിച്ചിട്ടൊക്കെ നമ്മൾ ഒരു ട്രാവൽ പോകുമ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് ഒക്കെ തൊട്ട് ഇതുപോലെ ഒന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. അതുകൂടാതെ ഇനി ഹെൽമെറ്റ് വെക്കാൻ ആരും മറക്കരുത്. അത് നമ്മുടെ ജീവനും നല്ലതാണ്, അല്ലെ? സേഫ് ആയിട്ടുള്ളതാണ്. വണ്ടി ഓടിക്കാവുള്ളൂ. മറ്റുള്ളവരുടെ ഒരു ജീവനുമായിട്ട് നമ്മളായിട്ട് ഒരിക്കലും ഒരു ഇത് വരുത്തരുത്. അപ്പൊ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് അശ്രദ്ധമായിട്ട് വണ്ടി ഓടിക്കാതിരിക്കുക. സ്പീഡ് കൂടുതൽ ഓടിക്കരുത്, നോർമലായിട്ട് ഓടിക്കാവുള്ളൂ. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു കപ്പാസിറ്റി അനുസരിച്ച് നമ്മളത് നോർമലി നമ്മുടെ ഒരു റോഡിനും എത്ര സ്പീഡ് പാടണമെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് വണ്ടി ഓടിക്കാവുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ശ്രദ്ധയാണ് ഏറ്റവും വലുത് കേട്ടോ. അങ്ങനെ നമ്മളിതാ കന്യാകുമാരിന്ന് വിട പറയുവാണ്, അല്ലെ? ഇനി നമ്മൾ ആദ്യം പോകുന്നത് കോവളം. എനിക്കെപ്പോഴേ കോമളപുരം എന്നാണ് വായി വരുന്നത്. കാരണം എന്റെ വീടിന്റെ കോവളം. അപ്പൊ എനിക്ക് കോവളത്തെക്കാട്ടി ഇഷ്ടം വർക്കല ക്ലിഫാണ്. അപ്പൊ നമുക്ക് കുറച്ചു നേരമെങ്കിലും സ്പെൻഡ് ചെയ്യണമെങ്കിൽ വർക്കല ക്ലിഫിലേ ഞാൻ വരത്തുള്ളൂ കേട്ടാ. എന്തായാലും നമ്മള് കോവളത്തെ വീഡിയോയും വർക്കലയിലെയും വർക്കല ക്ലിഫ് എല്ലാം വെച്ചിട്ട് വീഡിയോ എടുത്തിട്ട് നമ്മുടെ വീട്ടിലെത്തത്തുള്ളൂ. അതൊക്കെ ആദ്യം തന്നെ പറഞ്ഞേക്കാം, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഞങ്ങൾ ഇടുന്ന വീഡിയോ എല്ലാം കണ്ടേക്കണം. നമ്മൾ എന്തോരം പാടുപെട്ടിട്ടാണ് ഇതുപോലെ വീഡിയോ പിടിച്ചിരുന്നത് നിങ്ങൾ ഓർക്കണം കേട്ടോ. എല്ലാത്തിനും ഒരു കഷ്ടപ്പാടുണ്ട്. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ എക്സിക്യൂട്ടീവായിട്ട് പോയിക്കൊണ്ടിരിക്കണം. ഭംഗിയില്ല സ്മൃതി, ഒഴുകി പോകുന്ന പോലാണ് കേട്ടാ. നിങ്ങൾക്കിപ്പോ ഇത് കണ്ടിട്ട് കൊതി വന്നില്ലേ? കൊതിയാ. വേറെ എഫ്സിന് വല്ലാൻ ആ വർഷങ്ങളിൽ ഇറങ്ങിയ വേറൊരു വണ്ടി ഇല്ല. അങ്ങനെ നമ്മൾ എന്തായാലും കന്യാകുമാരിന്ന് പോവല്ലേ. അത് കാരണം ഇവിടുന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാന്ന് ഓർത്ത്. കാരണം ഇവിടുന്നാണ് നമ്മൾ വന്നപ്പോ ഒക്കെ കഴിച്ചു കേട്ടാ. എനിക്ക് എന്തോ വേണ്ടത് ഫുഡായിരുന്നു. എനിക്കെന്തോ ഇവിടുന്ന് വേണ്ടത്? ഇവിടുന്ന് ഹസ്ബൻഡ് പൂരി ആയിരിക്കും. പൂരി ബജി നോക്കി കൊതിച്ച് നടക്കുവാണ് കേട്ടാ. അതിന്റെ അടുത്ത കടയിൽ പോയി പൂരി ബജി കഴിച്ചിട്ട് മട്ടൻ ബിരിയാണിയുടെ അത്ര ബില്ല് വന്നു. എന്തായാലും ഈ ഒരു ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ ആ ഒരു ബില്ല് നിങ്ങൾക്ക് വരത്തില്ല. കണ്ട, ഇവിടെ മൊത്തം റെസ്റ്റോറന്റുകളാണ്. സ്ട്രീറ്റ് ഫുഡും
ഫുഡൊക്കെ അടിപൊളി ടേസ്റ്റ് ആണ്, വൃത്തിയുണ്ട്. പക്ഷെ നമുക്ക് ബ്ലേഡ് വെച്ച് പൈസ മേടിക്കും ചില ഹോട്ടലുകാർ കേട്ടോ. അത് കാരണം മെനു ഒക്കെ നോക്കിയിട്ട് ഫുഡ് കഴിക്കാറ്. പണി കിട്ടാൻ സാധ്യത. ചിലപ്പോൾ നിങ്ങൾ കഴിക്കും ദോശയായിരിക്കും, അപ്പൊ നിങ്ങൾ വലിയ റേറ്റ് കൊടുക്കേണ്ടി വരും. പണി കിട്ടിയോണ്ടാണ് പറയുന്നത്. ഒരുപാട് പേര് നമുക്ക് കമന്റ് ഇടുന്നതാണ്. എന്തായാലും നമ്മൾ വണ്ടി വേഗം തിരിക്കുവാണ് കേട്ടാ. ഈ അപ്പുറത്തെ ഹോട്ടലിൽ പോവാം. കാരണം വല്ല ഹോട്ടലിൽ വാതിക്കെ കൊണ്ട് വണ്ടി വെച്ചിട്ട് നമ്മൾ വേറൊരു ഹോട്ടലിൽ പോയി കഴിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടും. അത് കാരണം നമ്മൾ കഴിക്കുന്ന ഹോട്ടലിന്റെ വാതിക്കെ തന്നെ നമ്മൾ വണ്ടി വെക്കത്തുള്ളൂ കേട്ടോ. എന്തായാലും അവിടുത്തെ ഫുഡിന്റെ ടേസ്റ്റ് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഞാൻ പൂരിബജി കഴിച്ചു. എനിക്ക് പൂരിബജി വേണ്ട, ഞാനിവിടെ എന്ത് വളയിട്ടാ നല്ല നോക്കൂ, അത് മതി. അതൊന്നുമല്ല, ഞാൻ ആദ്യം എന്തുമായിരിക്കും കഴിക്കുന്നത്. എന്നാ കാശ്മീർ അവിടെ പോയാൽ പൊറോട്ട ഇറച്ചി. ഇപ്പൊ എന്ത് പറ്റിയ മാനസാന്തരം ഉണ്ടായെന്ന് തോന്നുന്നു ആ പൂരി ബജി മേടിച്ച് കഴിക്കുക. എന്തായാലും ആദ്യമായിട്ടും കണ്ടാണ് പൂരി കണ്ടിട്ട് അവിടെ ഒരു കടയിൽ വറുത്തിങ്ങനെ കോരി വെച്ചേക്കുന്നുണ്ട് നമ്മളെ കൊതിപ്പിക്കാൻ വേണ്ടി. അപ്പൊ അത് കണ്ടിട്ട് കൊതിമൂത്ത് നിക്കുവായിരുന്നു. അതൊന്നുമല്ല, ഞാൻ ആദ്യം ചായ കുടിക്കത്തുള്ളൂ. എന്നിട്ട് ചായ കുടിച്ചാ പിന്നെ 2 ചായ ആദ്യം തന്നെ കുടിച്ചു. 100 ചായയാണ് ഇനി അങ്ങോട്ട് അവിടം വരെ എത്തുന്നവരെ കേട്ടാ. നിങ്ങൾ നോക്കിക്കോണം. എന്തായാലും കാശ്മീർ പൂരി വാങ്ങിച്ച് ഞാനിതേ നല്ലൊരു മസാല ദോശയാണ് കേട്ടാ. എന്റെ പൊന്നോ, മസാല ദോശയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ, അമ്മാതിരി ടേസ്റ്റ്. ഞാൻ ഇത് വെറുതെ പറയല്ല കേട്ടാ. ഇത്രയും രുചികരമായ ആ ഒരു ചട്നിയൊന്നും ഞാൻ എങ്ങൊന്നും കഴിച്ചിട്ടില്ല. എനിക്ക് അത് കഴിക്കുമ്പോ അയ്യോ കൊള്ളാവാ. അതെ അതെ അതെ, അവർക്കാണ് ഇത് ഉണ്ടാക്കാൻ അറിയാവുന്ന. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇനി നേരെ ഒറ്റ വിടലാണ്. അല്ല, പിന്നെ നമ്മൾ വണ്ടി കയറിയേക്കാണ്. നമ്മുടെ ആഡംബര വണ്ടിയായിട്ട് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ, നമ്മുടെ മുത്തിതാണ്. അതെ, നമുക്ക് 10 ലക്ഷത്തിനോ 50 ലക്ഷത്തിനൊന്നും മേടിച്ചിട്ട് കാര്യമില്ല. ഏതൊരു നല്ല വണ്ടിയാണെങ്കിലും അതിൽ പോയി നമ്മൾ യാത്ര ചെയ്യണം. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. നമ്മുടെ ആഗ്രഹവും ഇത് മൊത്തം ഇന്ത്യയിൽ മൊത്തം ഈ വണ്ടിയായിട്ട് തന്നെ യാത്ര ചെയ്യണമെന്ന് തന്നെയാണ്. അതാണ് നമ്മുടെ ആഗ്രഹവും പ്രാർത്ഥനയും. നിങ്ങളുടെയും പ്രാർത്ഥന ഉണ്ടാകണം. അതങ്ങനെ നടക്കട്ടെ അല്ലെ. നമുക്ക് വേണേലും കൂടിയ വണ്ടി എടുത്തിട്ട് നമുക്ക് പോകാൻ പറ്റും, പോകേണ്ട കാര്യമുള്ളൂ. പക്ഷെ നമ്മുടെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി പോകണമെന്നാണ്. ഈ വണ്ടിയിൽ ഞങ്ങൾ എല്ലാ യാത്രകളും ഇതിൽ ചെയ്യണമെന്നാണ്. 14 വർഷമായിട്ട് 13 വർഷം 13 വർഷം കഴിഞ്ഞ് നമ്മുടെ സ്വത്താണ്. അത് മാത്രമല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ വണ്ടി. അതൊക്കെ നമുക്ക് പിന്നീട് പറയാം അല്ലെ. ഇതേ പിന്നെ എന്തോരം ആരാധകരാന്നറിയാം നമ്മുടെ ഈ FC കൂട്ടണി. എന്റെ പൊന്നോ, നമ്മളോട് കഴിഞ്ഞ ദിവസം വന്ന കമന്റ് എവിടെ പോണോന്നായിരുന്നു. ലഡാക്കി നിങ്ങൾ രണ്ടുപേരും കൂടെ ഈ വണ്ടി പോണോന്നാണ് പറഞ്ഞേക്കുന്നത്. വെയിറ്റിംഗിലാണ് ഞങ്ങളുടെ ഈ ഒരു ലഡാക്കി യാത്രയൊക്കെ കാണാൻ വേണ്ടി. എന്തായാലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടാ. പിന്നെ പ്രാർത്ഥനയും കൂടെ ഉണ്ടായിരിക്കണം. കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടി നിർത്തിയേ. കാരണം എനിക്ക് ദാഹിച്ചിട്ട് ഒരു ശരി, ഞാൻ തസ്മീനോട് പറയാം എപ്പോഴെങ്കിലും തസ്മീർ ഒരു നല്ല സ്ഥലത്ത് നോക്കി എനിക്ക് കരിമ്പ് ജ്യൂസ് കുടിക്കണം. പക്ഷെ നമ്മൾ കിലോമീറ്ററോളം ഓടിച്ചിട്ടും ഒരു സ്ഥലം നല്ലത് കണ്ടില്ല കേട്ടോ. അവസാനം നമ്മളൊരു ചേട്ടന്റെ അടുത്തെത്തി. എന്തായാലും നമ്മൾ ഇവിടെ വന്നത് വെറുതെ ആകത്തില്ലെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ കേട്ടാ. കാരണം ആ കരിമ്പ് എടുക്കുന്ന അതിന്റെ ജ്യൂസ് എടുക്കുന്ന സ്റ്റൈല് തന്നെ കണ്ടാ മതി. നമ്മുടെ നാട്ടിലെ പോലെ ഉണക്കച്ചുക്ക് കരിമ്പൊന്നും അല്ല, നല്ല അടിപൊളിയായിട്ട് തുടിച്ചിരിക്കുന്ന കരിമ്പ്. അതായത് നമ്മള് ഒരു ജ്യൂസ് കുടിച്ചിട്ട് വീണ്ടും നമ്മൾ ഓർഡർ ചെയ്തേക്കുവാണ് കേട്ടോ, ഒന്നും കൂടെ വേണമെന്ന് പറഞ്ഞു. അതാണ് നമ്മുടെ ചേട്ടന്റെ കൈ. എന്തായാലും എനിക്ക് ഒരെണ്ണം കൂടെ വേണം കേട്ടോ. ഇത് കുടിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഒരെണ്ണം കൂടെ ആരാണെങ്കിലും കുടിച്ചു. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ കാണുന്നവർക്കും